തൃപ്പങ്ങോട്ട് ദേശത്തിന്റെ ഈ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് നിങ്ങളെ ഞാൻ ശപിക്കാം. മനസമാധാനമില്ലാതെ ഭാവിയിൽ നരകിക്കും. നീ എന്തിനാ വീണ്ടും വീണ്ടും എൻ്റെ സ്വപ്നത്തിലേക്ക് കയറി വരുന്നു? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാ? ഒന്നുമില്ലല്ലോ. ഇത് വെറും കാറ്റല്ലാന്ന് എനിക്കറിയാം. നീ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ശരിയല്ലേ? നല്ലത്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ആരുമല്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചവളാണ് നീ. പിന്നെ നിനക്കിവിടെ എന്ത് താല്പര്യം? ജീവിച്ചിരുന്നപ്പോൾ നിനക്കെന്നോട് ശത്രുത കാണും. പക്ഷേ ഇനി എന്തിനാതും ചുമന്ന് നടക്കണം? നിന്റെ ലോകം വേറെ, എൻ്റെ ലോകം വേറെ. ഞാൻ രാധയെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിന്റെ രൂപത്തോടുള്ള പ്രേമം കൊണ്ട്. അതിനെ നീ നല്ലതായല്ലേ കാണേണ്ടത്? അവൾ ആ രാധ എന്നായാലും ഈ മേഘനാഥന്റെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. എക്കാലവും അവളെ മറച്ചു പിടിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റില്ല. നീ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല സുഭദ്ര. സത്യത്തിൽ മരണശേഷം ഞാൻ നിന്നോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. പൂജിച്ച് മന്ത്രവിധി പ്രകാരം നിന്നെ ബന്ധിച്ചിരുന്ന ആ കറുത്ത പൊട്ട് മാറ്റിയത് ഞാനാ. അതുകൊണ്ടാ നിനക്കിപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നത്. അതിൻ്റെ നന്ദി പോലും ഇല്ലാതെ നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വേട്ടയാടി നടക്കുന്നത്? അല്ലെങ്കിൽ പറ, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പറ, എന്താ നിനക്ക് വേണ്ടത്? അത് ഞാൻ നടത്തിത്തരാം. എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്താ നിനക്ക് വേണ്ടതെന്ന് എന്നെ അറിയിക്ക്. തുറന്ന് പറ, എന്താ വേണ്ടതെന്ന്. മോക്ഷം. നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? അറിയാതെ ഉറക്കമായിരുന്നപ്പോൾ ആരോ സംസാരിക്കുന്നത് വന്ന് നോക്കണമെന്ന് തോന്നി. പിന്നെ ഓരോന്ന് ചോദിക്കുന്ന കേട്ടപ്പോൾ അറിയാതെ ഉത്തരം പറയണമെന്ന് തോന്നി. അത്ര തന്നെ. നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ മനസ്സാ? നീയല്ലേ പറഞ്ഞത് സുഭദ്ര സർവശക്തയാണ്, വാഴയാണ്, ചേനയാണെന്നൊക്കെ? അവൾക്ക് മറുപടി തരാല്ലോ. പിന്നെ എന്തിനാ ഒരു മീഡിയമായിട്ട് നീ? മീഡിയം വേണം സാറേ.
അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ഇനിയെങ്കിലും സാറ് വിശ്വസിക്കും, ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയും മോക്ഷപഥം കയറുക എന്നുള്ള ലക്ഷ്യം മാത്രം. നമ്മൾ പിതൃക്കൾക്ക് ബലിയിടാറില്ലേ? എന്തിനാത്? മനുഷ്യനായി ജനിച്ച് ജീവിച്ച് പിരിഞ്ഞു പോയ കാലം വരെ അവരനുഭവിച്ച നിരവധി വേദനകളുണ്ട്. ആശ, നിരാശകൾ, സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും എന്നിങ്ങനെ ഒരു മനുഷ്യായുസിൽ അവർ ജീവിച്ചു തീർത്ത എല്ലാ ദിവസങ്ങളുടെയും ആകെത്തുകയ്ക്കപ്പുറം സബലീകരിക്കാനാവാതെ പോയ ആഗ്രഹങ്ങളുടെ അവസാന പൂർത്തീകരണമാണ് ബലികർമ്മം. ശരിയല്ലെന്ന് ആലോചിച്ചാൽ മതി. അതിന് സുഭദ്രാമയ്ക്ക് ബലിതർപ്പണം നടത്തിയിട്ടുണ്ടോ? അവസാനത്തെ ആ ഒരു ഉരുള ചോറിന് ഏതൊരു ആത്മാവിനെയും പോലെ സുഭദ്രാമ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ആലോചിച്ച് നോക്ക് സാറ്. ഞാനിനി എന്താ അവൾക്ക് ബലി കൂടി ഇടണമെന്നാണോ നീ പറയുന്നത്? എന്താ വേണ്ടെന്ന് സാറ് തന്നെ തീരുമാനിക്കും. അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആരോടും ചോദിക്കും. എന്തായാലും ഒരു കാര്യം മറക്കരുത്, ദുർമരണപ്പെട്ട ഒരു ആത്മാവാണ് സുഭദ്രാമയുടേത്. അതുകൊണ്ടാണ് ഈ ഗതികിട്ടാതെ അലയുന്നത്. അവർ ജീവിച്ച ജീവിതത്തിൽ സാറിൻ്റെ ഭാര്യയായിരുന്നു എന്നതാണ് പ്രധാനം. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് മോക്ഷപഥത്തിലേക്ക് അയച്ചേക്കും. അതാവും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ സാറ് ഈ ഭൂമിയിൽ സുഖമായിട്ട് ഉറങ്ങില്ല. അച്ചിട്ട ഈശ്വര, പ്രസാദേട്ടൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാൻ തനിച്ചാണെന്ന് ഓർത്ത് നാട്ടിൽ നിൽക്കാൻ തോന്നിക്കാണില്ല. ഉമ്മയുള്ള ഗൗരവമൊക്കെ ഉള്ളൂ, ആളൊരു പാവത്താനാ. ദാ വരുന്നു. ഒടിവിദ്യ കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതി അല്ലടി?
ഇവിടെ അവളെ. എണീച്ച് പടി. എണീക്കടി. ഇങ്ങോട്ട് അടങ്ങി നിൽക്കണോ? കൂടുതൽ ബലം പിടിക്കില്ലേ? നിൽക്കണോ? എന്താണ് ഇവിടുന്ന് പഠിക്കുന്നത്? ഇനി രക്ഷപ്പെടാന്ന് കരുതണ്ട നീ. ഇനി വേണ്ടത് എനിക്ക് നിന്റെ മറ്റവനെയാ. അടങ്ങി നിൽക്കടി. ആരാണ് ഇവനെ രക്ഷിക്കാൻ നടക്കുന്നവൻ ആരായാലും ഇറങ്ങി വാടാ പുറത്ത്. ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ പുറത്ത്. ഇറങ്ങി വാടാ. തുറക്കടി. മര്യാദക്ക് തുറക്കാൻ. അഞ്ജലി, മോനെ, എന്തുപറ്റി? നീ എന്തിനാ ഉറക്കം നിലവിളിച്ചത്? ഏയ് ഒന്നുമില്ല, അമ്മയ്ക്ക് തോന്നിയതാവും. തോന്നിയൊന്നുമല്ല, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അത് ഞാനൊരു ദുസ്വപ്നം കണ്ടതാമേ. അതായിരുന്നോ? ഞാനോർത്ത് എന്തോ അപകടം പറ്റിയെന്ന്. എന്താ, നിനക്ക് വെള്ളം വേണോ? ഞാൻ എടുത്തോണ്ട് വരും. ഒരു ദുസ്വപ്നം കണ്ടതല്ലേ? അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം. ഇത്രയും നേരമായിട്ടും പ്രസാദ് എന്നൊന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഒന്ന് വിളിച്ചൂടെ? ഇത്രയും ദിവസം ഒരുമിച്ച് നടന്നതല്ലേ കൂടെ. ഇത്രയും നേരമായില്ലേ? ഈ നേരത്ത് കിടന്നുറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ച അഞ്ജലിക്കിന് ശല്യമാവോ? അങ്ങോട്ട് വിളിച്ചാ ശല്യം ആവുമോന്നോർത്താ ഞാൻ വിളിക്കാത്തത്.
പകരം ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൂടി ആൾക്ക്, അതും ആവാലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ശല്യം വന്നെങ്കിൽ ശല്യം ആയിക്കോട്ടെ. ഇത്രയും സാന്ദ്രത്തിന്റെ അവകാശമൊക്കെ എനിക്കുണ്ട്. എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ ഇഷ്ടമല്ല എന്നാ. പ്രസാദേട്ടൻ, ഇതെന്തൊരു അത്ഭുതമാ ഭഗവാനെ. ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും വിളിച്ചിരിക്കുന്നു. ഹലോ പ്രസാദേട്ടാ. ആ അഞ്ജലി, അഞ്ജലി ഉറങ്ങുമായിരുന്നോ? ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ഏയ് ഇല്ല. സത്യം പറഞ്ഞാ ഞാൻ പ്രസാദേട്ടൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏയ് അഞ്ജലി, ഇത് വെറുതെ പറയേ. ഈ സമയത്ത് ഞാൻ വിളിക്കുന്നു പ്രതീക്ഷിക്കാൻ ഇപ്പം എന്താ കാര്യം? അഞ്ജലി എൻ്റെ ഫോണില്, അതും ഈ രാത്രി സമയത്ത്. അത് പിന്നെ പെട്ടെന്ന് പ്രസാദേട്ടൻ പോയപ്പോ ഞാനിവിടെ തനിച്ചായതുപോലെ. പിന്നെ ഞാൻ ആ മുറിവിന്റെ കാര്യവും ഓർത്തു. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയതല്ലേ. അത് അന്വേഷിച്ചില്ലെങ്കിൽ നന്ദികേടാണെന്ന് കരുതിയാലോ എന്ന് കരുതി. അത് നന്ദികേടല്ല, ഇഷ്ടക്കുറവാണെന്ന് ഞാൻ കരുതും. അഞ്ജലിക്ക് സംസാരിക്കണേ, എന്നെ വിളിക്കാമല്ലോ എപ്പോ വേണമെങ്കിലും. അതിരിക്കട്ടെ, അവിടെ സേഫാണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓഹോ, ഇപ്പോഴാണല്ലേ എന്റെ സേഫ്റ്റിയെ കുറിച്ച് ബോധം വന്നത്. അപ്പൊ അത്രേ ഉള്ളൂ എന്നെ കുറിച്ചുള്ള ഓർമ്മ. ഏയ്, താൻ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? തന്റെ കാര്യം ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലടോ, സത്യം. ആഹാ, അത് ഞാൻ വിശ്വസിച്ചു. ആ അതിരിക്കട്ടെ, രാത്രി എന്താ കഴിച്ചത്? അച്ചൂട്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും ഇത്ര രാത്രിയായിട്ട് എന്നെ വിളിച്ചല്ലോ, അന്വേഷിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. താങ്ക്സ്. നന്ദി പറഞ്ഞ് എന്നെ ചെറുതാക്കിയൊന്നും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും അന്യോന്യം വിളിക്കാനും അന്വേഷിക്കാനും കടമയുള്ളതാണ്. അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഇനി ബോറടിപ്പിക്കുന്നില്ല, കിടക്കാം നമുക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ എന്റെ അവിടെ. നിനക്ക് വെള്ളം വേണ്ടേ? ഓ, അത് ഞാൻ നിന്നേക്ക്. അഞ്ജലിയാണോ വിളിച്ചത്? ആ അതെ. നന്നായി, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചന്ദ്രേട്ടാ, 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 എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് എഴുന്നേറ്റേ, പെട്ടെന്ന് എഴുന്നേറ്റേ. എന്താടി, എന്താ കാര്യം? എഴുന്നേക്ക്, ഒന്ന് എഴുന്നേറ്റേ. ഉറങ്ങാനും സമ്മതിക്കില്ല. ആ ഇനി പറ, എന്താ കാര്യം? അതെ, നമ്മുടെ പ്രസാദില്ലേ, അവൻ അഞ്ജലിയെ ഫോൺ വിളിക്കായിരുന്നു. അതിനിപ്പോ എന്താ? നീ എന്താ അവന്റെ മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കിയപ്പോ? ഷോ, അതെന്ത് വർത്താനാ? അവന്റെ മുറിയിൽ നിന്നൊരു നിലവിളി കേട്ടിട്ട് ചെന്ന് നോക്കിയതാ ഞാൻ. ആരെയോ സ്വപ്നം കണ്ട് കരഞ്ഞുന്നാ പറഞ്ഞേ. കുറെ കഴിഞ്ഞ് കുടിക്കാൻ വെള്ളമായിട്ട് ഞാൻ തിരിച്ചെന്ന് നോക്കിയപ്പോഴേ ദാ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? പ്രത്യേകിച്ച് എന്താ? അതെ രുക്മിണി, നിങ്ങൾ പെണ്ണുങ്ങൾ കാണുന്ന ഓരോ അർത്ഥങ്ങൾ എന്താണെന്ന് പൂർണ്ണ ബോധമുള്ളപ്പോ എനിക്ക് പിടികിട്ടിയിട്ടില്ല. പിന്നെയാ ഈ പകുതി ഉറക്കത്തില്. നീ പറയാനുള്ള നേരെ അങ്ങ് പറഞ്ഞേ, എനിക്ക് ഉറങ്ങണം. എന്റെ ചന്ദ്രേട്ടാ, പ്രസാദ് സ്വപ്നം കണ്ടത് അഞ്ജലി ആയിരിക്കുന്നേ. അതല്ലേ അവൻ അവളെ തന്നെ ഫോൺ വിളിച്ചതും സംസാരിച്ചതും. ആർക്കറിയാം? സ്വപ്നം കണ്ട് നിലവിളിച്ചു എന്നല്ലേ പറഞ്ഞത്? അഞ്ജലി അപ്പൊ എന്താ വല്ല ഭൂതോ പ്രേതോ ആണോ സ്വപ്നത്തെ കണ്ട് നിലവിളിക്കാൻ? അതെനിക്കറിയില്ല, പക്ഷേ പ്രസാദിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് ഉറപ്പാ. വെറുതെ നീ മനക്കോട്ട കെട്ടണ്ട. അവര് ബിസിനസ് നടത്തുന്നവരാ. ഫോൺ വിളിക്കുന്നതൊക്കെ സാധാരണ കാര്യമാ. പിന്നെ പിന്നെ പിന്നെ
ഈ രാത്രിയിലോ? അല്ലെങ്കിൽ തന്നെ സംസാരം കേട്ടറിയാലോ. കഴിച്ചോ കുടിച്ചോ, എന്താ വിളിക്കാൻ താമസിച്ചേ? എന്റെ ഈശ്വര, കേട്ടിട്ട് എനിക്ക് എന്നെ നാണം തോന്നി. അതെന്തായാലും മോശമായി പോയി. ആരുടെയും, അതിപ്പം മക്കളുടെ ആണെങ്കിൽ പോലും ഫോൺ സംഭാഷണം നമ്മൾ ഒളിഞ്ഞെന്ന് കേൾക്കാൻ പാടില്ല. അത് മര്യാദ കേടാ. നിങ്ങൾക്ക് എങ്ങനെ പറയാം? പെറ്റ വയറിന്റെ നോവേ നിങ്ങൾക്കറിയോ? എത്ര കാലമായി അവൻ ആ രാധയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നമ്മളത് സമ്മതിക്കാത്തോണ്ടാ. അതിനി സമ്മതിച്ചിട്ടെന്തിനാ? ആ മേഘനാഥന്റെ കൊലക്കത്തിക്ക് അവന്റെ തലവെച്ചു കൊടുക്കാനാണോ? വേണ്ടെന്നേ, രാധയെ ഒരിക്കലും വേണ്ട. പക്ഷേ അവന് വേണ്ട ഒരു ജീവിതം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ അഞ്ജലിയായ ഒരു കുഴപ്പമില്ല. അവന് മനസ്സിന് പിടിച്ച പെൺകുട്ടിയാ. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്നതല്ലേ. ഇതിപ്പോ അവനൊരു കുടുംബമായ അതല്ലേ നമുക്ക് സമാധാനം. ഒരുപാട് സ്വപ്നം കാണുകയൊന്നും വേണ്ട. എന്താ ഏതാ നടക്കാന്ന് കണ്ടറിയണം. ഇതെന്തായാലും നടക്കും, ഉറപ്പാ. ഭഗവാനെ, നടന്നാ മതിയായിരുന്നു. ഭഗവാൻ വരെ ഉറങ്ങിക്കാണും. നീ ചെന്ന് കിടക്കാൻ നോക്ക് രുക്മിണി, എനിക്ക് ഉറങ്ങണം. അയ്യോ, ഒരു ഭഗവാനും ഉറങ്ങില്ല. എന്റെ നെഞ്ചുരുകിയ പ്രാർത്ഥന. ദൈവം ഇത് നടത്തും, ഉറപ്പാ.